റേഡിയോ മാറ്റുലി 90.4 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ മാറ്റുലി, മാറ്റത്തിന്റെ ശംഖുലി. അറിവിന്റെ പടവുകൾ. തനതായ ഗവേഷണത്തിലൂടെ വൈജ്ഞാനിക ലോകത്തിന് പുതിയ പടവുകൾ തീർത്തവർ. നിർവഹണം പ്രജിഷ രാജേഷ്. നമസ്കാരം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും അറിവിന്റെ പടവുകൾ എന്ന പരിപാടിയുടെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം. ഈ പരിപാടിയിൽ ഇന്ന് ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഓൺഗ്രിഡ് സോളാർ എനർജിയുടെ നിക്ഷേപ പ്രചോദനങ്ങളും പ്രതിസന്ധികളും എന്ന വിഷയത്തിൽ ഡോക്ടറേറ്റ് നേടിയ റേഡിയോ മാറ്റുലി സ്റ്റേഷൻ ഡയറക്ടർ ഡോക്ടർ ഫാദർ ജോഫ്രി പോൾ കളരിക്കലാണ്. ഇന്ത്യൻ ഊർജ പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ സൗരോർജത്തിന്റെ പ്രസക്തിയും അതിന് തടസ്സമാകുന്ന കാരണങ്ങളെയും കുറിച്ചുള്ള പഠനത്തിനാണ് അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ലഭിച്ചത്. അദ്ദേഹത്തിന്റെ പഠനത്തിലെ പ്രധാന കണ്ടെത്തലുകളെക്കുറിച്ച് ഇന്നത്തെ അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കാം. സൗരോർജ്ജം ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ഊർജ്ജ പ്രതിസന്ധി ഒരു പരിധിവരെ നമുക്ക് പരിഹരിക്കാം എന്നുള്ളതായിരുന്നല്ലോ പഠനം. ഇതിൽ നിന്ന് അച്ഛൻ കണ്ടെത്തൽ എന്തായിരുന്നു, ഒരു പ്രധാനപ്പെട്ട ഫൈൻഡിങ്സ് എന്ന് പറയുന്നത്? എൻ്റെ പഠനം എന്ന് പറയുന്നത് മിക്സഡ് മെത്തേഡ് എന്നാണ് പറയുന്നത്. അതായത് പലതരത്തിലുള്ള മെത്തേഡുകളുണ്ട് പഠനം. അതിനകത്ത് ക്വാളിറ്റേറ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ് ഈ രണ്ട് രീതിയും ചേർന്ന ഒരു മെത്തേഡാണ് ഞാൻ അവലംബിച്ചത്. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഞാൻ തുടങ്ങിയ ഫസ്റ്റത്തെ മെത്തേഡ് ക്വാളിറ്റേറ്റീവ് മെത്തേഡാണ്. അതായത് നിലവിൽ ഈ സോളാർ എനർജിയിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന, സോളാർ എനർജി സ്ഥാപിച്ചേക്കുന്ന 10 പേരെയും അതുപോലെ തന്നെ ഈ സോളാർ എനർജി വെക്കാൻ ആഗ്രഹിച്ചിട്ട് ആപ്ലിക്കേഷനൊക്കെ കൊടുത്തു പിന്നീട് അതിൽ നിന്ന് പിന്മാറിയ 10 പേരെ, ഈ രണ്ട് സെറ്റ് ആൾക്കാരെ ഞാൻ ആദ്യമായി പഠിച്ചു. അവരിൽ നിന്ന് ഞാൻ എന്താണ് അവരെ ഈ സോളാർ എനർജിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചത്, അതുപോലെ തന്നെ അവർ അഭിമുഖീകരിച്ച പ്രശ്നങ്ങൾ എന്താണ്, ഈ 2 കാര്യങ്ങൾ അവരിൽ നിന്നും ഞാൻ പഠിച്ചു. ഇവര് അഭിമുഖീകരിച്ച പ്രശ്നങ്ങളെ വീണ്ടും അത് ഞാനൊന്ന് സോർട്ട് ചെയ്തിട്ട് അതിൻ്റെ കൃത്യമായിട്ട് പോയിന്റുകളാക്കിയിട്ട് ഒരു 400 ഈ സോളാർ എനർജിയിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ആളുകളോട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ ഈ പ്രശ്നങ്ങളുണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഈ പ്രതിസന്ധികളിലൂടെ നിങ്ങൾ കടന്നുപോയോ, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് തരണം ചെയ്തത്, ഈ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടായിരുന്നു എൻ്റെ പഠനം മുന്നോട്ട് പോയത്. ഈ കണ്ടെത്തലുകൾക്കൊക്കെ എൻ്റെ പഠനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ട് നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സോളാർ എനർജി, പ്രത്യേകിച്ച് ഈ ഓൺ ഗ്രിഡുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങൾ നിലവിൽ ഇന്ത്യയിൽ കുറവാണ്. അപ്പം ഇതിനു മുമ്പ് നടന്ന പല പഠനങ്ങളിലും പറയുന്ന ഒരു കാര്യം, ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് ആ ഒരു രീതിയിൽ ഈ വിഷയത്തെ പഠിച്ചിട്ടില്ല. കാരണം ഒരു വിഷയത്തെ നമ്മൾ ക്വാളിറ്റേറ്റീവായിട്ട് പഠിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാത്ത പല മേഖലകളെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ സാധ്യത ഇതിൻ്റെ അകത്ത് ഈ ഒരു വിഷയത്തിൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു മിക്സ്ഡ് മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡ് എടുക്കാനും ഈ രീതിയിൽ ഇതിനെ പഠിക്കാനും കാരണമായത്. അപ്പം ഞാൻ ഈ പഠനത്തിൻ്റെ അവസാനം എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞ എൻ്റെ പഠനത്തിൻ്റെ കണ്ടെത്തലുകൾ എങ്ങനെയാണ്, നിലവിൽ നമ്മുടെ കേരളത്തിലെ ഈ സോളാർ എനർജിയിൽ, പ്രത്യേകിച്ച് ഓൺ ഗ്രിഡ് സോളാർ എനർജിയിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന എല്ലാ ആളുകളും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് അവർ ഈ ഇൻവെസ്റ്റ്മെന്റ് അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് കാണുന്നതുകൊണ്ടാണ്. അതായത് പ്രകൃതി വിഭവങ്ങളെ സംരക്ഷിക്കുക, അതുപോലെ തന്നെ പ്രകൃതിക്ക് കോട്ടം തട്ടാതെ എനർജി ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത് അവരുടെ ഒരു ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായിട്ട് അവർ കാണുന്നത് കൊണ്ടാണ് നിലവിൽ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. അവരാരും ഇതിന്റെ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തവരല്ല. അതേസമയം ഇൻവെസ്റ്റ് ചെയ്യാതിരുന്നവരോടുള്ള പഠനവും അതിനെക്കുറിച്ചുള്ള പഠനവും ഇവർ അഭിമുഖീകരിച്ച പ്രശ്നങ്ങളെക്കുറിച്ചും പറയുമ്പോൾ ഇവർ പറയുന്ന പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമതായിട്ട് ഇവർ പലപ്പോഴും ഈ സോളാർ എനർജി ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡുമായിട്ടാണ് ബന്ധപ്പെട്ടാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ കൃത്യമായിട്ട് ഒരു സ്മൂത്ത് ആയിട്ട് കിട്ടുന്നില്ല എന്നുള്ളത് ഇവർ തുടക്കം മുതലുള്ളവർ പറയുന്നുണ്ട്. രണ്ടാമതായിട്ട് ഇതിൻ്റെ സബ്സിഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഉണ്ട്. അതായത് ആദ്യം ഒരു സബ്സിഡി പ്രഖ്യാപിക്കുന്നു, പിന്നീട് സബ്സിഡി മാറുന്നു. അങ്ങനെയുള്ള ചില പോളിസി ചേഞ്ചുകളെ കുറിച്ച് ഇവർ പറയുന്നുണ്ട്. അതായത് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു നിലനിൽക്കുന്ന ഒരു പോളിസി, ഒരു കുറേ കാലത്തേക്ക് നിലനിൽക്കുന്ന ഒരു പോളിസി അല്ലെങ്കിൽ അപ്പോൾ ചിലപ്പം ഇപ്പം നമുക്ക് സബ്സിഡി കുറച്ചാണ് ഉള്ളതെന്ന് പറയുമ്പോൾ അവർ വിചാരിക്കും ഓക്കെ കുറച്ചും കൂടി സബ്സിഡി വന്നു കഴിയുമ്പം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ. അപ്പം നമ്മൾ പറഞ്ഞു വന്നതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ റിസർച്ചുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഫൈൻഡിങ് എന്ന് പറയുന്നത്, നിലവിൽ ഈ ഓൺ ഗ്രിഡ് സോളാർ എനർജിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാവരും, ഞാൻ ഇൻ്റർവ്യൂ ചെയ്ത എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു, അവരുടെ ഫിനാൻഷ്യലായിട്ട് സാമ്പത്തികമായ ഒരു മെച്ചം എന്ന നിലയിലല്ല അവരാരും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതേസമയം ഇവരുടെ ഒരു പൗരധർമ്മം, ഒപ്പം തന്നെ ഈ പ്രകൃതിയോടുള്ള അവരുടെ ഒരു കടമ എന്ന നിലയിലാണ് അവർ നിലവിലുള്ള എല്ലാ ഇൻവെസ്റ്റേഴ്സും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിലവിൽ നമ്മുടെ എനർജി ക്രൈസിസ്
ഭാരതം അഭിമുഖീകരിക്കുന്ന എനർജി ക്രൈസിസ് മാറണമെങ്കിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിലേക്ക് വരേണ്ടതുണ്ട്. അപ്പോൾ എങ്ങനെ ഇതിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ വരുത്താം എന്നുള്ളതാണ് നമ്മുടെ ഒരു ചിന്ത. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് പറയാൻ പറ്റും, അതായത് നിലവിൽ ഇപ്പോൾ ഈ സോളാർ എനർജി ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യലി സാമ്പത്തികമായിട്ട് ഉപഭോക്താവിനൊരു മെച്ചം നൽകുന്ന ഒന്നായിട്ട് ആരും കാണുന്നില്ല. അത് എപ്പോഴതിലേക്ക് വരുന്നോ രണ്ട് രീതിയിൽ, ഒന്ന് അവരുടെ ഇലക്ട്രിസിറ്റി ബില്ലിൽ നല്ലൊരു സേവിങ് ഉണ്ടാകുന്ന രീതിയിൽ, രണ്ടാമതായിട്ട് അവർക്ക് ഈ ഇലക്ട്രിസിറ്റി KCBയിലേക്ക് വിറ്റ് അതിൽ നിന്ന് ഒരു ഇൻകം നന്നായിട്ട് കിട്ടുന്ന രീതിയിലേക്ക് വരുമ്പോഴും, ഒപ്പം തന്നെ ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന് തത്തുല്യമായ ഒരു റിട്ടേൺ, അതായത് ഇപ്പം ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ അത്ര പോലും പലർക്കും ഇതിൽ നിന്നുള്ള ഒരു വരുമാനം കിട്ടുന്നില്ല. ഒരു വർഷം ആ എമൗണ്ട് എങ്ങനെയെങ്കിലും ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം പോലും പലർക്കും ഈ സോളാർ എനർജിയിൽ നിന്നും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രിസിറ്റിയുടെ വിൽപ്പന വഴിയോ അതല്ലെങ്കിൽ അവരുടെ കറണ്ട് ബില്ലിലോ അതിൻ്റെ ലാഭം കാണുന്നില്ല. ആ രീതിയിലേക്ക് ഈ പ്രൊജക്റ്റ് വന്നാൽ മാത്രമേ കൂടുതൽ ആളുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനായിട്ട് അവർ വിശ്വസിക്കുകയുള്ളൂ, അവരതിനെ കാണുകയുള്ളൂ. അങ്ങനെ വരാത്തോടത്തോളം കാലം ഇത് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനായിട്ട് പലരും ചിന്തിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റും അതുപോലെ തന്നെ നമ്മുടെ ആളുകളും ഇതുമായിട്ട് ബന്ധപ്പെട്ട പോളിസി മേക്കേഴ്സും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതൊരു സാമ്പത്തികമായിട്ടൊരു ഇൻകം, സാമ്പത്തികമായിട്ടൊരു മെച്ചമുള്ള ഒരു കാര്യമാക്കി ഇതിനെ മാറ്റുന്ന രീതിയിലേക്ക് ഇതിൻ്റെ പോളിസി ലെവലിലും അതുപോലെ തന്നെ ആളുകൾക്ക് കൊടുക്കുന്ന ഇലക്ട്രിസിറ്റിയുടെ പ്രൈസ് എന്ന നിലയിലും മാറ്റം വരുത്തിയാൽ മാത്രമേ ഇത് നമ്മുടെ ഈ എനർജി ക്രൈസിസ്, ഭാരതത്തിൻ്റെ എനർജി ക്രൈസിസ് മാറ്റാനും അതുപോലെ തന്നെ കൂടുതൽ ആളുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും വരികയുള്ളൂ. ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫൈൻഡിങ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നെറ്റ് മീറ്ററിംഗ് പോളിസി. അതായത് ഇപ്പം നിലവിൽ നമ്മൾ ഓൺ ഗ്രിഡ് സോളാർ എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാവർക്കും അവർ തുടക്കത്തിൽ ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മുടെ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പം ഞാൻ 10 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഞാനത് പിന്നെ ഗ്രിഡിലേക്ക് കൊടുക്കുന്നു, അതുപോലെ തന്നെ അവിടെ നിന്ന് എനിക്ക് പ്രൊഡക്ഷൻ ഇല്ലാത്ത സമയത്ത് അവരിൽ നിന്ന് 10 യൂണിറ്റ് ഞാൻ കൺസ്യൂം ചെയ്യുന്നു, ഞാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസത്തിനാണ് നമ്മൾ പൈസ കൊടുക്കുന്നത്. അതല്ലെങ്കിൽ നമുക്ക് എത്ര രൂപയ്ക്കാണോ ഒരു യൂണിറ്റ് വൈദ്യുതി തരുന്നത്, അതേ വൈദ്യുതി നിരക്കിൽ തന്നെ നമുക്ക് അവർക്ക് കൊടുക്കുന്ന എക്സ്പോർട്ട് ചെയ്യുന്ന യൂണിറ്റുകൾക്കും അതേ വില തരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാം തുടങ്ങിയത്. പക്ഷെ എന്നാൽ ഇപ്പോൾ ഫലത്തിൽ അത് നടക്കുന്നില്ല. കാരണം നമ്മൾ വാങ്ങുന്നതിൻ്റെ വളരെ തുച്ഛമായ പൈസയിലാണ് നമ്മുടെ അടുത്ത് നിന്ന് എടുക്കുന്ന എനർജിക്ക് അവർ പേ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ മാസം മാസമാണ് ബില്ല് പേ ചെയ്യുന്നതെങ്കിൽ അവർ വർഷത്തിലൊന്നായിട്ടാണ് നമുക്ക് ഈ എക്സ്പോർട്ട് ചെയ്ത ഇലക്ട്രിസിറ്റി യൂണിറ്റിൻ്റെ പൈസ തരുന്നത്. അപ്പോൾ അതും ഇവരെ വളരെയധികം സ്വാധീനിക്കുന്നത്. കാരണം ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ മാസം നമ്മളെങ്ങനെ കറണ്ട് ബില്ല് അടയ്ക്കുന്നു അതുപോലെ തന്നെ എക്സ്പോർട്ട് ചെയ്തതിൻ്റെ പൈസയും നമുക്ക് കിട്ടണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അത് നടക്കുന്നില്ല. പിന്നെ അടുത്തതായിട്ടുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നതിൻ്റെ മറ്റൊരു നിർദ്ദേശം എന്ന് പറയുന്നത്, നമ്മൾ പകൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇലക്ട്രിസിറ്റിക്ക് ഒരു നിശ്ചിത റേറ്റ്, രാത്രിയിൽ നമുക്ക് തരുന്നതിന് വേറൊരു റേറ്റ്. അത് ഈ ഉൽപ്പാദകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതായത് ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളോട് പറഞ്ഞു, ഓക്കെ ഞാൻ ഈ പൈസയ്ക്ക് എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പം ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, ഈ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ ഇലക്ട്രിസിറ്റി നമ്മൾ യൂണിറ്റുകൾ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യാനും തുടങ്ങി. പക്ഷേ ഇപ്പോൾ അവർ പറയുന്നു, രാത്രിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റുകൾക്ക് പൈസ കൂടുതലാണ്. അതേസമയം പകല് നമ്മൾ സൺലൈറ്റിൽ നിന്ന്, സൂര്യപ്രകാശത്തിൽ നിന്ന് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന എനർജിയിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന അതിന് കുറവാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു വലിയ അന്തരം വരുമ്പോൾ സാമ്പത്തികമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് യാതൊരു ബെനിഫിറ്റും അവർ കാണുന്നില്ല. അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് ആ ഒരു പ്രശ്നം വളരെയധികം ബാധിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ, ഇപ്പം ഞാൻ ഒരു സോളാർ പാനൽ സ്ഥാപിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം ആദ്യം അവർ വന്നിട്ട് നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ റൂഫ് ടോപ്പിലാണ് ഇത് വെക്കുന്നത്, വീടിൻ്റെ മേൽക്കൂരയിൽ. അപ്പോൾ പലപ്പോഴും നമ്മളുടെ പല വീടുകളും ഇപ്പം ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ നമ്മളൊരിക്കലും നമ്മുടെ വീടാണ് പണിതത്, നമ്മൾ ഈ സോളാർ എനർജി വെക്കാനുള്ള ഒരു സംഗതി അല്ല പണിതത്. അപ്പം നമ്മുടെ ഈ വീടിൻ്റെ മേൽക്കൂരകൾ സോളാർ പാനലുകൾ വെക്കാവുന്ന രീതിയിലേക്ക് ആക്കണമെങ്കിൽ അതിൻ്റെ അതൊരു മോഡിഫിക്കേഷൻ നടത്തേണ്ടത് മിക്കവാറും വീടുകളിൽ നടത്തേണ്ടത്. അപ്പോൾ അതിനൊരു അഡീഷണൽ ആയിട്ട് 30,000 മുതൽ 40,000 രൂപ വരെ ചിലവ് വരുന്നുണ്ട് ഓരോ ഇൻവെസ്റ്റേഴ്സിനും. അത് ഒരു വലിയ പ്രതിസന്ധി അവരിൽ സൃഷ്ടിക്കുന്നുണ്ട്. പിന്നീട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് 2 പ്രോപ്പർട്ടി ഉണ്ടാകാം. ഒരുപക്ഷെ എനിക്കൊരു കടമുറി ഉണ്ടാവാം. കടമുറിയുടെ മുകളിൽ ഒരുപക്ഷെ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടാകാം ഇതിൻ്റെ അകത്ത് സോളാർ പാനൽ വെക്കാൻ വേണ്ടിയിട്ട്. അതേ എൻ്റെ പേരിൽ തന്നെ വേറൊരു KSEBയുടെ ഇതുണ്ട്, അതായത് കറണ്ട് ബിൽ, വീട്ടിൽ കറണ്ടിൻ്റെ മീറ്റർ ഉണ്ട്. അപ്പം എൻ്റെ വീടിൻ്റെ മുകളിൽ അത് വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അപ്പം എൻ്റെ കടമുറിയുടെ മുകളിൽ ഞാൻ ഉൽപ്പാദിപ്പിക്കാൻ തയ്യാറാണ്. അപ്പം രണ്ടും എൻ്റെ പേരിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരേ ബില്ലിലേക്ക് അറ്റാച്ച് ചെയ്യുവാണെങ്കിൽ എനിക്ക് എൻ്റെ ഇലക്ട്രിസിറ്റി ബില്ലൊന്ന് ബാലൻസ് ചെയ്യാൻ പറ്റും. അതൊരു പോളിസിപരമായിട്ട് എടുക്കേണ്ട തീരുമാനമാണ്. പക്ഷേ നിലവിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു. ഞാൻ പഠിക്കുന്ന സമയത്ത് അങ്ങനെ അതില്ല. അത് പലരെയും ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് പിൻവലിപ്പിച്ചിട്ടുണ്ട്. കാരണം ഇവർക്ക് 2 ബില്ലുണ്ട്. അപ്പം നമ്മുടെ ബില്ലുകളെ ബാലൻസ്
ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഇല്ലാത്തത് നമ്മളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഇനി അവസാനമായിട്ടൊരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു ഇടത്തരം കുടുംബങ്ങളാണ്. നമ്മുടെ വയനാട്ടിലും അല്ലെങ്കിൽ കേരളത്തിലുള്ളത് ഇടത്തരം കുടുംബങ്ങളാണ്. ഈ ഇടത്തരം കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം. ഏറ്റവും കുറഞ്ഞത് നമ്മളൊരു 3 kV ഇൻവെസ്റ്റ്മെൻ്റ് എങ്കിലും നടത്തണം. അപ്പോൾ നമ്മളൊരു 5 kVയിലേക്ക് പോകുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു 1.5 ലക്ഷം രൂപ മുതൽ 3-4 ലക്ഷം രൂപ വരെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വരാം, അതിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പം ഒറ്റയടിക്ക് ഇത്രയും പൈസ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പലപ്പോഴും അത് നടക്കില്ല. അത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ, ആ നിക്ഷേപം നമ്മൾ നടത്തണമെങ്കിൽ അതിനനുസരിച്ചുള്ള റിട്ടേൺ നമുക്കുണ്ടാകണം. നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെയൊരു ഓപ്ഷൻ നമുക്കില്ല. കാരണം നമ്മൾ വൈദ്യുതി ബില്ല് ബാലൻസ് ചെയ്യുന്നുണ്ടുള്ളത് കറക്റ്റ് ശരിയാണ്. പക്ഷേ അതേസമയം നമ്മൾ ചെയ്യുന്ന, അതായത് നിലവിൽ ഇപ്പോൾ ഇവർ പലരും ഞാൻ സംസാരിക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, ഇവർക്ക് കിട്ടുന്ന ഉപദേശങ്ങൾ. ഒരു ഉദാഹരണത്തിന് ഞാനൊരു 3 kV സിസ്റ്റം ചെയ്യാൻ പോവുകയാണ്. എനിക്ക് എന്നിട്ട് ഒരു 2 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം പലരും ഇതിനെക്കുറിച്ച് പറയുമ്പം അവരുടെ കൂട്ടുകാരും അവരുടെ ബന്ധുക്കളും പറയുന്നൊരു കാര്യം, അതായത് 2 ലക്ഷം രൂപ നീ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടുകയാണെങ്കിൽ നിനക്ക് ഒരു 5 വർഷത്തേക്ക് ഇടുവാണെങ്കിൽ എങ്ങനെയാണെങ്കിലും നിനക്കൊരു 9% കിട്ടും. 9% കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഒരു വർഷത്തേക്ക് നിനക്ക് 18,000 രൂപ കിട്ടും. ആ 18,000 രൂപയും കൊണ്ട് നിനക്ക് നിൻ്റെ കറണ്ട് ബില്ല് അടയ്ക്കാമല്ലോ. അതിൽ കൂടുതൽ കറണ്ട് ബില്ല് നിനക്ക് വരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നിനക്ക് ഇത് മാനേജ് ചെയ്യും. പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകുന്നത്? അങ്ങനെയുള്ള ചിന്തകൾ ഇവരെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. എല്ലാ ഗവേഷകരും തിരഞ്ഞെടുക്കുന്നത് പുതിയൊരു വിഷയമാണല്ലോ. അപ്പോൾ ഈ ഒരു പുതിയ വിഷയത്തിൽ ഇതിനു മുമ്പുള്ള ഡാറ്റ കളക്ഷനൊക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ അച്ഛനിപ്പോൾ 400 പേരിലൊക്കെ പഠിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പം എങ്ങനെയായിരുന്നു ഈ ഒരു ഡാറ്റ കളക്ഷനും ഫീൽഡ് വർക്കും ഒക്കെ നടന്നത് എന്ന് പറയാമോ? ഒരു റിസർച്ചിനെ സംബന്ധിച്ചിടത്തോളം ഡാറ്റ കളക്ഷനാണ് ഏറ്റവും വലിയ ക്രൈസിസ് നേരിടുന്ന ഒരു കാലഘട്ടം. എനിക്കും അത് തന്നെയായിരുന്നു. ഞാൻ ഈ ഡാറ്റ, പ്രത്യേകിച്ച് നമുക്കിപ്പം സോളാർ എനർജിയിൽ ഓൺ ഗ്രിഡ് ചെയ്ത ആളുകളെ നമുക്ക് കണ്ടെത്തുക എന്ന് പറയുന്നത് എളുപ്പമാണ്. പക്ഷേ അതേസമയം ഇതിൽ നിന്നും പിന്മാറിയ ആളുകളുടെ ഡാറ്റ ആരുടെ അടുത്തും ഉണ്ടാവില്ല. അപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം സമീപിച്ചത് ഇലക്ട്രിസിറ്റി ബോർഡിനെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി തിരുവനന്തപുരത്ത് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കോൺടാക്ട് ചെയ്തു. തിരുവനന്തപുരത്ത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത്, അതായത് എനിക്ക് ഒരു 1-2 മാസം ഇതിൻ്റെ പെർമിഷനുകളുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരുപാട് പക്ഷേ അതിൻ്റെ ഒരു ദുഃഖകരമായ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് പെർമിഷൻ കിട്ടിയില്ലെന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ വരുമ്പോഴും ഏകദേശം ഇതേ പ്രശ്നങ്ങൾ തന്നെയാണ് അവരും പറയുന്നത്. അതായത് നമ്മൾ ഇതിനെ സമീപിക്കുമ്പം വേണ്ടത്ര ഇൻഫർമേഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ആംബിയൻസ് അവിടെ ഇല്ല. അത് പലരും ഈ ഇൻവെസ്റ്റേഴ്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന പിന്മാറിയവരും പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാനവിടെ 2-3 വർഷം പോയി. അപ്പോൾ അവർക്കതിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ അന്വേഷിക്കും ഇവിടെ അന്വേഷിക്കുന്നു പറഞ്ഞു. അവർക്കതിനോടൊരു താല്പര്യമില്ല. പിന്നെ ഞാനൊരു ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നോക്കിയത്. പിന്നെ എന്നോട് കിട്ടുന്ന ഉപദേശങ്ങൾ എങ്ങനെയാണ്? അപ്പം ഇതൊരു ചെയ്യേണ്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെയുള്ള ഇതേ ഒരു റെസ്പോൺസാണ് എനിക്കും കിട്ടിയത്. അവസാനം ഞാൻ ഈ സോളാർ എനർജിയായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ഞാൻ കണ്ടെത്തി. അങ്ങനെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കണ്ടെത്തി കഴിഞ്ഞപ്പം ടാറ്റ സോളാർ, അവരോടാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇതിനെ കടപ്പെട്ടിരിക്കുന്നത്. കാരണം ടാറ്റ സോളാറുകാരാണ് അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾ, അവരെ കോൺടാക്ട് ചെയ്യാനും അവരുടെ ഡീറ്റെയിൽസും കിട്ടിയത്. ഒപ്പം തന്നെ നടവയിലുള്ള സോളാർ എനർജി നേരത്തെ മുതൽ ഉപയോഗിക്കുന്ന ഒരു ജെയിംസ് ചേട്ടനുണ്ട്. ഈ ജെയിംസ് ചേട്ടനാണ് എനിക്ക് ബാക്കിയുള്ളവരെ കണക്ട് ചെയ്യാനൊക്കെ കൂടുതലായിട്ട് സഹായിച്ചത്. ജെയിംസ് ചേട്ടൻ വഴി തന്നെ എനിക്ക് കുറേ പേരെ കണക്ട് ചെയ്ത് കിട്ടി. ഒപ്പം തന്നെ ഈ ടാറ്റ സോളാറിൽ ഒരു സാൻഡോ ചേട്ടനുണ്ട്. ഈ സാൻഡോ ചേട്ടനാണ് എനിക്ക് ബാക്കിയുള്ളവരെയൊക്കെ കണ്ടെത്താനും അതുപോലെ തന്നെ കൂടുതൽ ഇൻവെസ്റ്റേഴ്സിലേക്ക് അതുപോലെ തന്നെ തിരിച്ച് എത്താനും എന്നെ സഹായിച്ചത്. അതുപോലെ തന്നെ ഈ സോളാർ പ്രൊസ്യൂമേഴ്സ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പുണ്ട്. അത് ഇവരിൽ നിന്നാണ് എനിക്ക് കണ്ടെത്തുന്നത്. ഈ സോളാർ എനർജി ഇൻവെസ്റ്റ് ചെയ്ത ആളുകളോട് ഞാൻ സംസാരിച്ചപ്പോൾ അവരാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ ഒന്നാമത്തെ എൻ്റെ ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത് ആകെ 20 പേരേ ഉള്ളൂ എനിക്ക്. പക്ഷേ അത് ഡാറ്റ കളക്ഷനും അനാലിസിസും കൂടി എനിക്ക് എടുത്തത് 8 മാസമാണ്. കാരണം ഈ ആളുകളെ കണ്ടെത്താനും എന്നുള്ള ഈ ഒരു സ്ട്രഗിളിലൂടെ ഞാൻ കടന്നുപോയി. രണ്ടാമതായിട്ട് ഈ പ്രൊസ്യൂമേഴ്സ് ഗ്രൂപ്പിലേക്ക് ഇവർ ഈ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ആളുകൾ അതിൻ്റെ അന്ന് ഞാൻ അഭിമുഖീകരിച്ച മറ്റൊരു പ്രതിസന്ധി എന്ന് പറയുന്നത്, രണ്ടാമത്തെ ഘട്ടം ഞാൻ ഈ ഡാറ്റ കളക്ഷൻ വന്നു കഴിഞ്ഞപ്പോഴേക്കുമാണ് നമ്മുടെ ഈ പലരുടെയും മൊബൈലിലേക്ക് ഇങ്ങനെ ലിങ്കുകൾ വരുന്നു. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നേരം പൈസ പോകുന്നു. ഈ പ്രശ്നം വരുന്നത്. അപ്പം ഞാൻ പലർക്കും ഈ ലിങ്ക് അയച്ചു കൊടുത്തു. പക്ഷേ എല്ലാവരും എന്നോട് പറഞ്ഞു ഫോണിൽ കൂടെയൊക്കെ വിളിച്ചു അല്ലെങ്കിൽ നേരിട്ട് അയച്ചു തരുവാണേലും ഞാൻ ചെയ്തു തരാം. പക്ഷേ അതേസമയം ലിങ്കിൽ ഞാൻ തൊടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലൂടെ ഞാൻ കടന്നുപോയി. അന്നേരമാണ് ഈ പ്രൊസ്യൂമേഴ്സ് ഗ്രൂപ്പിലെ ഒരു വ്യക്തി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അതായത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിലേക്ക് ഇത് ഇടാൻ പറ്റുവാണെങ്കിൽ അതെ. അങ്ങനെ ഞാൻ ആ ഗ്രൂപ്പിൻ്റെ അഡ്മിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അഡ്മിനോട് ഞാൻ കാര്യം പറഞ്ഞു, ഇങ്ങനെയാണ് എൻ്റെ പഠനം നിങ്ങളെക്കുറിച്ചാണ്, ഇതിൻ്റെ സാധ്യതകൾ ഇതാണ്, ഇതെല്ലാം പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് ആദ്യം പറഞ്ഞു അതെനിക്കൊന്ന് ഇട്, അത് കഴിഞ്ഞിട്ട് അത് ഞാനൊന്ന് നോക്കിയതിന് ശേഷം ഇതൊരു ഗ്രൂപ്പിലേക്ക് ഇടുവാണെങ്കിൽ അങ്ങനെ എനിക്കൊന്ന് ഉറപ്പ് വരുത്തണമല്ലോ. അങ്ങനെ അദ്ദേഹം പറഞ്ഞൊരു ഗ്രൂപ്പ് നമ്പറിലേക്ക് ഞാൻ എൻ്റെ ലിങ്ക് അയച്ചു കൊടുത്തു. അദ്ദേഹം അത് ചെക്ക് ചെയ്തതിന് ശേഷം ഈ സോളാർ പ്രൊസ്യൂമേഴ്സ് ഗ്രൂപ്പ്, കേരളത്തിലെ സോളാർ എനർജിയിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ആളുകളുടെ ഗ്രൂപ്പിലേക്ക് അത് ഫോർവേഡ് ചെയ്ത് പുള്ളി ഒരു റൈറ്റപ്പോടുകൂടി ഫോർവേഡ് ചെയ്തു. അങ്ങനെയാണ് എൻ്റെ 2ാം ഘട്ടം വളരെ സുഗമമായിട്ട് നടന്നത്.
നടന്നത്. പക്ഷേ ഒന്നാം ഘട്ടത്തിന് എനിക്ക് എടുത്തത് 8 മാസമാണ്, രണ്ടാം ഘട്ടം എനിക്ക് എടുത്തത് 1.5 മാസമാണ്. അതുകൊണ്ട് എനിക്ക് തീർക്കാൻ പറ്റും. ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിലാണല്ലോ ഗവേഷണം ചെയ്തത്. പക്ഷെ അച്ഛന്റെ ഡാറ്റ കളക്ഷൻ നടത്തിയ ഏരിയ എന്ന് പറയുന്നത് വയനാട് മാത്രമായിരുന്നു അതോ കേരളം മൊത്തമായിരുന്നു? കേരളം മുഴുവൻ ഉണ്ടായിരുന്നു. എൻ്റെ സ്റ്റഡി എന്ന് പറയുന്നത് കേരളം മുഴുവനാണ്. കേരളമാണ് ഞാൻ സാമ്പിളായിട്ട് എടുത്തത്. ബാംഗ്ലൂരിൽ PhD ചെയ്യുകയും കേരളം സ്റ്റഡി ഏരിയ ആയിട്ട് എടുക്കുകയും ചെയ്തപ്പോൾ അതിന് ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു. എന്തുകൊണ്ടാണ് അച്ഛൻ കേരളം തിരഞ്ഞെടുത്തത്? നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള ആളായതുകൊണ്ട് എനിക്കത് കുറച്ചും കൂടി ഈസി ആയിരുന്നു. അതെ, പക്ഷേ ഞാൻ കേരളം തിരഞ്ഞെടുക്കാൻ വേണ്ടി വളരെ പ്രത്യേക കാര്യങ്ങളുണ്ട്. ഒന്നാമത് നമ്മൾ മലയാളിയാണ്. നമുക്ക് ഡാറ്റ കളക്ഷനും പ്രത്യേകിച്ച് നമ്മൾ ഇൻ്റർവ്യൂ ഒക്കെ നടത്തുമ്പം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ക്വാളിറ്റേറ്റീവ് ഇൻ്റർവ്യൂ നടത്തുമ്പം നമ്മൾ ക്വാളിറ്റേറ്റീവ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഒരു വിഷയത്തെക്കുറിച്ച് ആഴമായിട്ട് പഠിക്കാനുള്ളൊരു മാർഗ്ഗമാണ്. അപ്പം നമ്മൾ ഒരു മനുഷ്യൻ അവൻ്റെ കാര്യങ്ങൾ, ഇപ്പം അവൻ്റെ പ്രതിസന്ധികളെ എക്സ്പ്രസ് ചെയ്യുന്ന എപ്പോഴും ഭാഷയിലൂടെയാണ്. അപ്പം നമുക്ക് അറിയാവുന്നൊരു ഭാഷയാണെങ്കിൽ നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാൻ എളുപ്പമുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, കേരളം വളരെ ചെറുതാണെങ്കിലും കേരളത്തിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് 4 സീസണുകളുണ്ട് നമുക്ക്. മഴക്കാലമുണ്ട്, വേനൽക്കാലമുണ്ട്, വസന്തമുണ്ട്, ഇതുണ്ട്. അപ്പം ഈ കാലഘട്ടങ്ങളിൽ ഈ സോളാർ എനർജി സംബന്ധിച്ചിടത്തോളം ഈ സൂര്യപ്രകാശത്തിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ ക്ലൈമറ്റിൻ്റെ, ഈ കാലാവസ്ഥയുടെ വ്യതിയാനം അനുസരിച്ച് ഇതിൻ്റെ പ്രൊഡക്ഷനും വ്യത്യാസമുണ്ട്. അപ്പം കേരളത്തിൽ നമ്മൾ പഠിക്കുമ്പം ഈ വ്യതിയാനങ്ങൾക്കനുസരിച്ച് നമുക്ക് ഈ ഒരു കാലാവസ്ഥയിൽ, എല്ലാ കാലാവസ്ഥയിലും ഇത് വർക്ക് ചെയ്യും, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് പ്രൊഡക്ഷൻ ഉണ്ട്. ഇത്രയും ആവറേജ് നമുക്ക് കിട്ടുമെന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക, കുറച്ചും കൂടി ഒരു യൂണിവേഴ്സലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അതേസമയം നമ്മളിപ്പോൾ ഒരു നല്ല വെയിലുള്ളിടത്ത് മാത്രം പോയി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലായിടത്തും അത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം 3-4 മാസം എന്തായാലും മഴയുണ്ട്, പിന്നെ മഞ്ഞുണ്ട്. അപ്പം ഈ ഒരു ജിയോഗ്രഫിക്കൽ ഏരിയയിൽ ഇത് സക്സസ്ഫുൾ ആയിട്ട് പോകുന്ന ഒരു കാര്യമാണ് എന്ന് പറയുമ്പോൾ നമുക്കിത് എവിടെയും അപ്രോച്ച് ചെയ്യാം. അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ അനേർട്ട് എന്ന് പറയുന്ന നമുക്ക് 1986 തുടങ്ങിയ ഒരു ഏജൻസി ഉണ്ട്. അത് നമ്മുടെ റിന്യൂവബിൾ എനർജി അങ്ങനത്തെ ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഏജൻസി. അപ്പം ഒരു പരിധിവരെ ആളുകളിൽ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഏജൻസിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പം കേരളത്തിൽ ഇത് അന്ന് മുതൽ ഉണ്ടായിരുന്നതുകൊണ്ട് കേരളത്തിലെ അവയർനെസ് കുറച്ചും കൂടി കൂടുതലാണ്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു ഏജൻസിയുടെ സപ്പോർട്ടിനെ കുറിച്ചും കൂടി പഠിക്കാൻ പറ്റും. അവസാനമായിട്ട് ഉള്ളൊരു കാരണം എന്ന് പറയുന്നത്, നമ്മളുടെ കേരളത്തിന് പുറത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ സോളാർ പാടങ്ങളുണ്ട്. ഒരു ഉദാഹരണം പറയാം, നമുക്കിപ്പോൾ കേരളത്തിൽ നമ്മുടെ പടിഞ്ഞാറത്തറ ഡാമിനോട് ചേർന്നിട്ട് സോളാർ പാടമുണ്ട്. അത് ഡാമിൽ ഒഴുകി നടക്കുന്ന ഇതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലുണ്ട്. അപ്പം കേരളത്തിൽ ഇത് വളരെ ചുരുക്കമാണ്. പക്ഷേ കൂടുതൽ എന്താ പറയുക, ഹൗസ് ഹോൾഡ്, അതായത് വീടുകളുമായിട്ട് ബന്ധപ്പെട്ട ഇൻവെസ്റ്റ്മെൻറ്റ് ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. അപ്പം ഇവിടെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഹൗസ് ഹോൾഡുകളെക്കുറിച്ച് പഠിക്കാം എന്നുള്ള ആ ഒരു സൗകര്യങ്ങൾ, ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഞാൻ കേരളത്തിലേക്ക് പഠനം മാറ്റിയത്. മാനന്തവാടി രൂപത വൈദികനും റേഡിയോ മാറ്റുലി ഡയറക്ടറുമായ ഫാദർ ഡോക്ടർ ജോഫ്രി പോൾ കളരിക്കൽ തന്റെ ഗവേഷണ വിഷയത്തിലെ കണ്ടെത്തലുകളെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുകയായിരുന്നു. സൗരോർജം എങ്ങനെയാണ് ഇന്ത്യൻ ഊർജ പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ പങ്കുവഹിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ഗവേഷണ യാത്രയെക്കുറിച്ചും തുടർന്ന് കേൾക്കാം അടുത്ത അധ്യായത്തിൽ. നന്ദി, നമസ്കാരം. അറിവിന്റെ പടവുകൾ. തനതായ ഗവേഷണത്തിലൂടെ വൈജ്ഞാനിക ലോകത്തിന് പുതിയ പടവുകൾ തീർത്തവർ. നിർവഹണം പ്രജിഷ രാജേഷ്.